അന്ന് മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ. മോനെ, പെൺകുട്ടിയാ, നീ സമ്പാദിച്ചു തുടങ്ങണം. സ്കൂള് വിട്ടിട്ട് ഇത്ര നേരം എവിടെ കറങ്ങി നടന്നു? മുട്ടിന് താഴെ വരുന്ന സ്കേർട്ട് ഇട്ടാ മതി. വല്ല വീട്ടിലും പോവേണ്ട പെണ്ണ. ഒരു ചായ ഇടാൻ പോലും അറിഞ്ഞൂടാ. ഭൂമി കുലുങ്ങിയാ പോലും അവൾ എഴുന്നേക്കത്തില്ല. 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എഴുന്നള്ളുന്നത്. ഡി, അവനെന്തിനാ നിനക്ക് ടേക്ക് കെയർ എന്ന മെസ്സേജ് അയച്ചത്? അല്ല, അതിപ്പോ കല്യാണം കഴിഞ്ഞും പഠിക്കാമല്ലോ. അതെ, ചെക്കന് ഗൾഫിലാ ജോലി. നമ്മൾ അച്ഛനമ്മമാര് അവളുടെ ഇഷ്ടം എന്തിനാ നോക്കുന്നേ? നിന്റെ പാട്ടും ഡാൻസും ഒക്കെ ഇന്നത്തോടെ നിർത്തണം. കെട്ടുപ്രായമായി നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. 21 കഴിയും മുന്നേ കെട്ടിച്ച ബാധ്യത തീർന്നു. അവനെന്താടി ഒരു കുഴപ്പം? നീ അവന്റെ മുമ്പിൽ ഒന്ന് ചായയുമായി വന്ന് നിന്നാ മതി. അങ്ങനെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ഇന്ന്. എന്റെ അച്ഛന്റെ അമ്മയുടെയും സെലക്ഷൻ അല്ലേ, അതങ്ങനെ വരൂ. എല്ലാ പെൺകുട്ടികൾക്കും ഒത്തിരി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അതെല്ലാം കുഴിച്ചു മൂടിയ ശേഷമാ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് ചായപാത്രവുമായി ചെല്ലുന്നത്. ഇന്നും അങ്ങനൊരു ചടങ്ങിന്റെ ദിവസമാ. എന്റെ സ്വപ്നങ്ങൾ അനുസരിച്ചുള്ള ഒരാളെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റൂ. അല്ലാതെ വീട്ടുകാര് പറയുന്ന ഏതെങ്കിലും ഒരു അമൂൽ ബേബിയെ കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ബെല്ലടിച്ചു നോക്കാം. വരൂ. വാടാ 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 വരൂ. പറഞ്ഞതേതും വരാൻ സ്വല്പം താമസിച്ചു അല്ലേ? വഴിയൊന്നും തെറ്റിയായിരുന്നു, പിന്നെ ഗോകുലുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗോകുലോ? ഗൂഗിളെന്നാ ഉദ്ദേശിച്ചേ? അല്ല, ഈ ഓച്ചിറ ഭാഗത്തൊക്കെ ഗൂഗിളിനെ ഗോകുലെന്നും പറയാറുണ്ട്. വലിയ വീട്ടിൽ പുത്തമ്പറമ്പിൽ പത്മനാഭമേനോന്റെ വീട് ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമായിരുന്നല്ലോ. അയ്യോ, അത്രയും പറയാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു മാമ. പിന്നെ പറയണ്ടേ? അല്ല, അപ്പൊ ചെറുക്കനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എവിടെയാ ജോലി? ഇൻഫോസിസിന്റെ അവിടെ. എന്ത് വാടേ, ഷിറ്റ് കൂടിപ്പോയാ. കയ്യിലുണ്ടായിരുന്നൊരു ഉണ്ട താഴെ പോയായിരുന്നു, അബദ്ധമായി. മോളെ, ചായ ഇങ്ങെടുക്ക്. നീ ഇതുവരെ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? എന്തായാലും ഞാൻ അവിടെ വന്ന ആ ചെക്കനോട് ഇഷ്ടമല്ലെന്നല്ലേ പറയുന്നേ? എന്തു പറഞ്ഞാലും തർക്കുത്തരേ പറയൂ. നീ അങ്ങോട്ട് വന്ന് അവരോടൊന്ന് സംസാരിച്ചേ. വാ ഇങ്ങോട്ട് വാ. മാമൻ വെടിയൊക്കെ വെക്കുമല്ലേ? അയ്യോ, പിന്നെ ഞങ്ങള് പരമ്പരാഗതമായിട്ട് വെടിവെപ്പുകാരല്ലേ. അപ്പൊ ഈ വാറുണ്ണി എന്ന് പറയുന്നത്? അല്ല, മോൻ എവിടെയാണ് ജോലി? അങ്കിൾ, ഞാൻ ഈ തണ്ടർ മൂവീസിന്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. നന്നായി. അത് പ്രൊഡക്ഷൻ സൈഡാണോ ഡിസ്ട്രിബ്യൂഷൻ ആണോ? രണ്ടുമല്ല, അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റർ അല്ലേ? താങ്ക് യു. അവിടെ കൊന്നേനല്ലോ. നിനക്ക് പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതൊക്കെ ആവാം. എന്തെങ്കിലും ചോദിക്കടാ. കുട്ടിയുടെ വീട് എവിടെയാ? ബെസ്റ്റ്. ഇതൊക്കെ തന്നെയാണ് വീട്. അല്ല, പിന്നെ ഞാൻ ചോദിച്ചു. അല്ല, ചെറുക്കനും പെണ്ണിനും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. വേണ്ട, ചെല്ല്. എനിക്ക് സംസാരിക്കണം. കഷ്ടം, കണ്ടുപടി.
ബ്രോ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ബ്രോയെ ഇഷ്ടമായില്ല. ബ്രോയെ പോലൊരാളെ അല്ല ഞാൻ എന്റെ മനസ്സിൽ കരുതിയത്. ഒരു പൗരുഷം വേണ്ടേ, ഒരു ഗാംഭീര്യം വേണ്ടേ? ഇത് മീശയുമില്ല, താടിയുമില്ല, ഒരുമാതിരി. ഛേ, ബ്രോ സിഗരറ്റ് വലിക്കോ? കുടിക്കോ? ഒരു ദുശീലവും ഇല്ലാണ്ട് പിന്നെ എങ്ങനാ? ബ്രോയ്ക്കൊരു കാര്യം അറിയോ? എന്നെ കോളേജിൽ നിന്ന് 3 തവണ സസ്പെൻഡ് ചെയ്തതാ. എന്തിനാണെന്നറിയോ? അതൊക്കെ ബ്രോയോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ബ്രോ സെറ്റ് ആവില്ല. എനിക്ക് ബ്രോയെ ഇഷ്ടമായില്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് ബ്രോയെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോയ്ക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ട് ബ്രോ പോയി അവിടെ പോയി പറ എന്നെ ഇഷ്ടമായില്ല എന്ന്. കുട്ടി പറഞ്ഞോളൂ. എന്തു പറയാൻ? എന്നെ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞോളൂ. എന്തു പറ്റിയടാ? ഓടാ. എങ്ങനെയാണ് കല്യാണത്തിലൊക്കെ? ഓ കൊള്ളൂല. കൊള്ളൂലേ? എനിക്കിഷ്ടായില്ല. ഞാൻ അയാളെ പറഞ്ഞു വെച്ചു. പറഞ്ഞയച്ചാ എങ്ങോട്ട്? ആ ബാൽക്കണി ചെന്ന് താഴോട്ട് നോക്ക്, അപ്പൊ ഞാൻ കാണാം. നോക്കിട്ട് വരാം. ആ അണ്ണാ ഇങ്ങ വാ. ഈ സിഗരറ്റ് വലിച്ചിട്ട് രാത്രി നമ്മൾ ചുണ്ടിൽ എണ്ണ തേച്ചാലേ ചുണ്ട് നല്ല ചോചവാന്നിരിക്കും. പിന്നെ ആണുങ്ങളായിട്ട് ഇരിക്കാനേ മീശയും താടിയൊന്നും വേണമെന്നില്ല. ആണായാ മതി കേട്ടോ. പെണ്ണിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഡിങ്കൻ ഡിങ്കൻ ഡിങ്കാ
എങ്ങനുണ്ട്? എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഉദ്ദേശം എനിക്ക് നല്ലോണം അറിയാം. അത് രാവിലെ എണീറ്റ് തുളസിക്കതിര് ചൂടി വൈകുന്നേരം 5 മണിയാകുമ്പോ നമ്മൾ തിരിച്ച് വീട്ടിലെത്തണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പാവം. എന്നാലേ കേൾക്കണുണ്ട്. അങ്ങനെ ഒരുത്തി എനിക്ക് വേണ്ട. പിന്നെ പതുക്കെ മതി, സമയം എടുത്ത് പറഞ്ഞാൽ മതി. ഇറങ്ങട്ടെ. നമ്മളൊന്ന് പറഞ്ഞാൽ തിരിച്ച് 2 പറയുന്ന, 2 പറയുന്നു. നമ്മുടെ കൂടെയൊക്കെ തല്ലുകൂടുന്ന ഒരുത്തി. പിന്നെ പറ്റിയ നമ്മൾ അടിക്കുമ്പോ കൂടി എന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണം. ബെസ്റ്റ്. അല്ല തുളസിക്കതിര് ചൂടി വന്നു നമുക്ക് സെറ്റ് ആവൂലടേ. ഇതിതുവരെ കഴിഞ്ഞില്ലേ? ഇത് ഞാൻ തിന്നുമല്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും, നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും, നമുക്കുള്ളത് വണ്ടി പിടിച്ചിട്ടായാലും കപ്പൽ പിടിച്ചിട്ടായാലും ഇങ്ങ് വരുകയും ചെയ്യും, പണി തരുകയും ചെയ്യും. കടിറ്റ്.